ജോഷി ശരിയാണ്. കാരണം സിനിമയിൽ പോലും അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കാൻ നടത്തുന്ന സീനുകൾക്ക് സമാനമായ കാര്യങ്ങളാണ്. കാരണം ഈ പദ്ധതിയുമായും സർക്കാരുമായും ഈ വിഷയത്തിൽ സഹകരിക്കില്ല, തങ്ങൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ചു നൽകുമെന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്ന കോൺഗ്രസ് അവർ പിരിച്ച പണത്തിൻ്റെ വീടും പൈസയും തറക്കല്ലോ ഭൂമിയോ പോലും ഇല്ലാതിരിക്കുന്നൊരു ഘട്ടത്തിലാണ് സർക്കാർ പൂർത്തീകരിച്ച് ഇവിടെ സന്ദർശിക്കാനെത്തുന്നത്. അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് വൃഥാ രംഗത്തെത്തുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകില്ലേ ഇതിൻ്റെ വസ്തു? അതാണ് ശശീന്ദ്രൻ പറഞ്ഞതിൻ്റെ സാരം. തീർച്ചയായും ജിംഷാദ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CMDRF ഫണ്ടിലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 5 പൈസ പോലും നൽകരുത്, അത് ജനങ്ങളിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞ അതേ UDF നേതാക്കളാണ് ഇപ്പോൾ മറ്റൊരു രീതിയിൽ, അതായത് കനകോലുവിന്റെ സിദ്ധാന്തം അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നു, അതിന്റെ ആരംഭം കുറിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നും കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിനും, അതുപോലെ തന്നെ വീട് എവിടെ എന്നുള്ള ചോദ്യത്തിനും, സർക്കാരിന്റെ ടൗൺഷിപ്പ് എവിടെ എന്ന് തിരിച്ചു ചോദിച്ചിരുന്നവർ ഇപ്പോൾ ടൗൺഷിപ്പിന്റെ അവകാശവാദവുമായി മുന്നോട്ട് വരുന്നു. VD സതീശൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഇത് കർണാടക സർക്കാർ നൽകിയ വീട് അത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടാണെന്ന് പറയുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി T സിദ്ദിഖ് ഈ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരോട് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ തന്നെ ഇവർ നടത്തുന്നത് 1.5 വർഷത്തിന് ശേഷമാണ് എന്നുള്ള കാര്യം ഓർക്കണം. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ഒരു പൈസ പോലും നൽകരുത് എന്ന് പറഞ്ഞവർക്ക് ഇന്നലെയാണ് ഇങ്ങനെ ഒരു ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നു, ഞങ്ങളുടേതാണ് ഇത് എന്നുള്ള ഒരു രീതിയിലേക്ക് പെരുമാറുന്നു എന്നുള്ളതാണ്. സ്വന്തമായി പിരിച്ചെടുത്ത ഫണ്ട്, ദുരിതാശ്വാസ ഫണ്ട് എവിടെയാണെന്നോ അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ച 100 വീട് എവിടെയാണെന്നോ ഒന്നും തന്നെ പറയാതെ, ഭൂമി പോലും വാങ്ങിക്കാതെ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന് ഒരാൾ പറയുന്നു. MLA ആണ് അത് പറയുന്നത്, ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന്. KPCC പ്രസിഡന്റ് പറയുന്നു ഭൂമി വാങ്ങിക്കണം എന്നുള്ളത്. അതേസമയം തന്നെ അടുത്ത ആഴ്ച രജിസ്റ്റർ ചെയ്യുമെന്ന് VD സതീശൻ പറയുന്നു. ഇങ്ങനെ 3 നേതാക്കന്മാരും കൃത്യമായ ഒരു ഉത്തരം നൽകാതെ പല വിധത്തിലുള്ള ഉത്തരം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇനി അടുത്ത തീർച്ചയായും ജോഷിലെയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകുന്നത്.